ഹലോ. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു സൈക്കിൾ യാത്രയ്ക്ക് പോവാണ്. പിന്നെ നമ്മളെ ഈ ഒരു ചെറിയൊരു ചെറിയ ഇടവഴിയൊക്കെ കൂടെ ചവിട്ടിയിട്ടുള്ളൂ ഞാൻ സൈക്കിള്. നമുക്ക് വലിയ ടൗണിൽ കൂടെ ഒക്കെ ഇങ്ങോട്ട് ആദ്യമായിട്ട് ഞാൻ ചവിട്ടാൻ പോവാണ്. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോവാം. ഞാനും കൂടെ വരുന്നുണ്ടേ. അച്ഛയുണ്ട്. ഒന്നിച്ചു പോവാം. എങ്ങനെയാണെന്ന് അറിയാലോ. വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം. ഇറക്കം ഇറങ്ങി സൈക്കിൾ ചവിട്ടി പയ്യെ വരുന്നുണ്ട്. ഇപ്പോൾ കാണാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറേ ദൂരം സൈക്കിൾ ചവിട്ടി പോകുന്നത്. സൈക്കിൾ യാത്ര അങ്ങനെ നമുക്കൊരു സൂപ്പറാക്കി മാറ്റണം. ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു വീടാണ്. മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു JCB ഒന്ന് നല്ല മാനം മാന്തി അത് കെട്ടാൻ വേണ്ടിയിട്ട് കല്ലിറക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ സൈക്കിൾ യാത്ര ഇവിടെയുണ്ട്. കുറച്ചുകൂടെ കയറ്റമാണ്. ഇതിപ്പോൾ പയ്യെ തള്ളണം. തള്ളി കയറ്റുക. സൈക്കിൾ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മോള് പഠിക്കുന്ന സ്കൂളെത്തി. അതാണ് സ്കൂള്. ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നോക്കിങ്ങനെ കാണാം. കെട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കയറ്റമാണ്. ചെറിയ രീതിയിലുള്ള കയറ്റമുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നോക്കത് ചവിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പയ്യെ സൈക്കിൾ ചവിട്ടാതെ തെളിച്ചുകൊണ്ട് വരിക. അങ്ങനെ നമ്മൾ കുട്ടനാട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മെയിൻ റോഡ് എത്തി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പകുതി വഴി എത്തി. ഇതേം കൂടെ വേണ്ടു. നമുക്ക് അവിടെ എത്തിയിട്ട് സ്ഥലം സർപ്രൈസ് ആയിട്ട് ഇരിക്കും. ഞാൻ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടിയാണ്. ഞങ്ങളിതാ സൈക്കിൾ കടയിലെത്തി. ഇതാണ് സൈക്കിൾ കട.
കൂറ്റനാട് ഭാഗത്താണ്. അപ്പം നമ്മൾ സൈക്കിളും കൊണ്ട് പോയിട്ടുണ്ട്. ആ ചേട്ടൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞൊരു 3 മണിക്കുള്ളിൽ വന്നോളാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ വരാം. അപ്പം ഞാൻ സൈക്കിൾ കട വരുവാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ, അപ്പോൾ അതായിരുന്നു സർപ്രൈസ്. അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി പരിപാടിയൊക്കെ കാണാം. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ സൈക്കിൾ കടയിൽ സൈക്കിളൊക്കെ കൊടുത്ത് അവനെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ വേറെ ഒരു റോഡിൽ, പട്ടാമ്പി റോഡിൽ ഞങ്ങളിങ്ങനെ പോയി സൈക്കിള് കടയിൽ സൈക്കിൾ കൊണ്ട് കൊടുത്തിട്ട് വേറെ വഴി പോവുകയാണ്. നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുത്തെ അമ്മമാരെയൊക്കെ കണ്ട്, അച്ഛന്മാരെയൊക്കെ കണ്ട് സംസാരിച്ച് ഒക്കെ ആയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എന്തായാലും ഞാനിപ്പോൾ ആ പ്രതീക്ഷ ഒന്ന് കാണിച്ചു തരാവേ. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. അമ്മേ, ഞങ്ങൾ തിരിച്ച് ഇവിടെ ഒരു കടയിൽ ചോദിച്ചിട്ട് വണ്ടിയൊക്കെ തിരിച്ച് യഥാർത്ഥ വഴിയിലോട്ട് പോവുകയാണ്. നമുക്ക് ഇനി അവിടെ എത്തട്ടെ, അപ്പോൾ അറിയാം ബാക്കി. കുറച്ചുകൂടെ പോകാനുള്ളൂ. അതിൻ്റെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ഇവിടെ ഇപ്പം എത്തും, കുറച്ചും കൂടെ പോകാനുള്ളൂ, ഇപ്പം എത്തും. അങ്ങനെ ആരോടൊക്കെയോ ചോദിച്ച് കറങ്ങി തിരിച്ച് ഇവിടെ പ്രതീക്ഷ ഹെൽട്ടർ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ ഹെൽട്ടറിന് എഴുതി വെച്ചേക്കുന്ന ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ഇവിടുത്തെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ കണ്ടു. കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പിന്നെ ഇതിനു മുമ്പ് പോയ സ്ഥലങ്ങളൊക്കെ ചാനലിലുണ്ട്. അപ്പോൾ പിന്നെ ശരി. ഇവിടെ പ്രതീക്ഷയിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ അകത്തുനിന്ന് നമുക്ക് അവിടെ ഫോണൊന്നും അലൗഡല്ല, നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു സ്ഥലമാണ്. കുറേ അമ്മമാരെയൊക്കെ കണ്ട് സംസാരിച്ചു, അച്ഛന്മാരെയൊക്കെ കണ്ടു. വളരെ നല്ലൊരു കെയറാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായി. ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റും. നമുക്കിനി ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് തോർത്തും മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു. ബായ്. ടാറ്റാ.